അവസാനമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് 1972 54 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ചന്ദ്രനെ അങ്ങ് ഉപേക്ഷിച്ച മട്ടായിരുന്നു. എന്തായാലും അതിനൊരു മാറ്റം വരാൻ പോകുന്നു. ആർട്ടിമിസ് 2 എന്ന് പറഞ്ഞ ഒരു പേടകം ചന്ദ്രനിലേക്ക് പോകുന്നു. ചന്ദ്രൻ്റെ അടുത്ത് വരെ പോകുന്നു. ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല, പക്ഷേ 4 ആളുകളെയും കൊണ്ട് അതിലൂടെ പോകുന്നു. ക്രമേണ അടുത്ത പര്യടനത്തിനോ അല്ലെങ്കിൽ അടുത്ത ദൗത്യത്തിനോ ചന്ദ്രനിൽ ഇറങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഏതായാലും ആ ദൗത്യം വൈകാതെ തന്നെ അടുത്ത മാസം മാർച്ചിലാണ് നടക്കാൻ പോകുന്നതെന്ന് കരുതുന്നു. കാരണം ഈ മാസം ഇനി നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയുന്നു. എങ്ങനെയായാലും ഈ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിപ്പ് നീൽ ആംസ്ട്രോങ് 69 ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ പറഞ്ഞതാണ്. മനുഷ്യൻ്റെ ഒരു ചെറിയ കാൽവയ്പ്, ഒരു സാധാരണക്കാരൻ്റെ ഒരു ചെറിയ കാൽവയ്പ്, പക്ഷേ മനുഷ്യരാശിയുടെ ഒരു വലിയ കുതിച്ചുചാട്ടം. നമുക്ക് നീൽ ആംസ്ട്രോങ്ങിനെ നല്ല പരിചയമാണ്, കൊളംബസിനെ പരിചയമുള്ള പോലെ. പക്ഷേ നീൽ ആംസ്ട്രോങ്ങിന് ശേഷം പലരും ചന്ദ്രനിൽ ഇറങ്ങി. നമുക്കാർക്കും അവരുടെ പേര് അറിഞ്ഞുകൊണ്ട് ഇന്നിപ്പം ഞാൻ നോക്കുമ്പോൾ CNN ഒരു ഐറ്റം അത് കാണുകയുണ്ടായി. ജീൻ സെർനാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവസാനമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളാണ് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: വന്നതുപോലെ ഞങ്ങൾ തിരിച്ചു പോകുന്നു, ഞാനിതാ തിരിച്ചു പോകുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ ഇനിയും തിരിച്ചു വരും. മനുഷ്യരാശിയുടെ ശാന്തിക്കും പ്രതീക്ഷയ്ക്കും അതിനായി തിരിച്ചു വരും. ആ ലക്ഷ്യങ്ങളോടെ തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വീണ്ടും ഈ ചന്ദ്രനിലേക്ക് പോകാനുള്ളൊരു താല്പര്യം മനുഷ്യരാശി വീണ്ടും കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. മനുഷ്യരാശി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക തൽക്കാലം. ഇപ്പോൾ അമേരിക്ക ചന്ദ്രനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയുടെ മാത്രമല്ലല്ലോ, മനുഷ്യരുടെ മൊത്തത്തിലുള്ള ഒരു സ്ഥലമായിട്ടാണല്ലോ അത് മാറുക. എന്തായാലും ഇതിനുള്ള ചില കാരണങ്ങൾ ഇപ്പം ഈ എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്പേസ് എക്സ് പ്രോഗ്രാമിൻ്റെ മുതലാളി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചന്ദ്രനിൽ ഒരു കോളനി തന്നെ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നഗരം തന്നെ സ്ഥാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചന്ദ്രനോട് പെട്ടെന്ന് നമുക്കൊരു പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു ഉപഗ്രഹത്തിൽ മാത്രം കഴിഞ്ഞാൽ പോരാ, നമ്മൾ അടുത്ത സ്ഥലം കൂടിയൊക്കെ നോക്കിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാണെന്നുള്ള രീതിയിലാണ് ഇപ്പം ശാസ്ത്രജ്ഞർ പറയുന്നത്. ഈ ഭൂമി എന്തെങ്കിലും കാലഹരണപ്പെട്ടു പോകും, ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുക, അടുത്ത ഗ്രഹത്തിലേക്ക്, അടുത്ത നാടുകളിലേക്ക് പോവുക. ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം, ആ രീതിയിൽ ചിന്തിക്കണം എന്നാണ് ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത്. അപ്പോൾ അതിനുള്ളൊരു തുടക്കം. എന്തായാലും ഈ ആർട്ടിമിസ് 2 അതിൽ 4 പേരാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പഴയത് നമുക്കറിയാം, 50 വർഷം മുമ്പ് അപ്പോളോ ദൗത്യമാണ്. അപ്പോളോ 11 ഈ നീൽ ആംസ്ട്രോങ്ങും ഒക്കെ അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ 13 പോകുമ്പം അപകടം ഉണ്ടായി. അപ്പോൾ ആ 13 എന്നുള്ള ആ സംഖ്യ ഒരു ദുശകനമാണ് എന്ന് അതിൻ്റെ ഒരു തെളിവായിട്ടത് പറയാറുമുണ്ട്. അപ്പോളോ 13 അവിടെ അപകടത്തിൽപ്പെട്ട് വല്ലഭിതേനെ അവർ തിരിച്ചെത്തിയത് അത് അന്ന് വലിയ വാർത്തയും വലിയ കാര്യമായിരുന്നു. ലോകമെങ്ങും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അവരുടെ രക്ഷ, അവർ തിരിച്ചു വരുന്ന കാര്യം. അപ്പോൾ ഏതായാലും അവർ തിരിച്ചു വരികയുണ്ടായി. അതിനുശേഷം അപ്പോളോ 17 അവസാനത്തെ ആളുകൾ അവസാനത്തെ വ്യക്തി അവിടെ ചന്ദ്രനിൽ ഇറങ്ങിയത്. അതിനുശേഷം പിന്നെ അപ്പോളോ പരിപാടി അങ്ങ് നിന്നുപോയി. അപ്പോൾ എന്തുകൊണ്ട് അപ്പോളോ വീണ്ടും പുനഃസ്ഥാപിച്ചുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. അപ്പം അതിനെപ്പറ്റി ചിലർ പറയുന്നത്, അന്നത്തെ കാലത്തെ ആ ടെക്നോളജിയോ അന്നത്തെ ആ രീതിയോ നമുക്കിപ്പോൾ അനുകരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നത്തേതുപോലുള്ള രീതി നമുക്ക് പറ്റുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇന്നുണ്ടായിരിക്കുന്ന പുരോഗതി, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു നമ്മുടെ ഫോണിലെ കമ്പ്യൂട്ടറിനേക്കാൾ അത്ര ശക്തിയില്ലാത്ത കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണ് ഈ അപ്പോളോ ദൗത്യമൊക്കെ നടന്നത്, അവിടെ ചന്ദ്രനിൽ പോയി ഇറങ്ങുന്നത്. അന്നത്തെ കമ്പ്യൂട്ടറിന് അത്രയേ ഉള്ളൂ ശക്തി. ഇന്നിപ്പോൾ അതിൻ്റെ 20,000 മടങ്ങ് ശക്തിയാണ് ഇന്നത്തെ കമ്പ്യൂട്ടറിന്. അതിൻ്റെ 1,00,000 ഏറെ ശക്തിയാണ് അതിൻ്റെ മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെ സാങ്കേതികമായ വലിയ മികവ് നമുക്ക് നേടാനായി, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ ഈ പോകുന്ന ഓറിയോൺ എന്ന് പറയുന്ന ആ ക്യാപ്സൂൾ, ആ പേടകം, അതാണ് സ്പേസ് ക്രാഫ്റ്റ്. അതിൽ സംവിധാനങ്ങളെല്ലാം വളരെ കൂടിയിരിക്കുന്നു. അവിടെ ഈ സാധാരണ പോലെ ഒരു ബാത്റൂം വരെ അതിൻ്റെ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. നേരത്തെ ബാത്റൂമൊന്നും ഇല്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ആണും പെണ്ണും ഒക്കെ കൂടെ ആണ് പോകുന്നതെങ്കിൽ കൂടി അവർക്ക് പ്രൈവസിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളോ ഒന്നും പ്രത്യേകമായിട്ട് വലിയ സൗകര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതെല്ലാം അവർ പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷമതകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴതെല്ലാം മാറിയിരിക്കുന്നു, പുതിയ സംവിധാനങ്ങളെല്ലാം വന്നിരിക്കുന്നു. എന്തായാലും ചന്ദ്രനിൽ പോയതിന് ശേഷം, ആദ്യം ഇറങ്ങിയതിന് ശേഷം പിന്നീട് പല കാര്യങ്ങളും സംഭവിച്ചു. ഏതാണ്ട് 25 വർഷത്തോളമായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മുകളിൽ അവൻ സദാസമയം അവിടെ ഉണ്ട്.
അതിലേക്ക് ആളുകൾ ഇടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും നമ്മളറിയുന്നില്ല, നമ്മളറിഞ്ഞിട്ട് വലിയ കാര്യവുമില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്പേസുമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ഒട്ടും കുറഞ്ഞു പോകുന്നില്ല ആ ദൗത്യം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പോകും എന്നുള്ള സ്ഥിതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ആ CNN വാർത്തയിൽ കണ്ട ഒരു കാര്യം, ഈ പിന്നെ 60കളിൽ നമ്മൾ കെന്നഡിയുടെ കാലത്താണ് ചന്ദ്രനിലൊരു മനുഷ്യനെ അയക്കണമെന്ന് കെന്നഡി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം റഷ്യ അതിനു മുമ്പ് തന്നെ ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കുകയുണ്ടായി. യൂറി ഗഗാറിൻ ആദ്യം പോയി, പിന്നെ സ്ത്രീകൾ വരെ പോവുകയുണ്ടായി. നേരെ മറിച്ച് അമേരിക്ക വളരെ പിന്നിലായിരുന്നു. അപ്പോഴാണ് അതിന് ഒരു വാശിയും മത്സരവും വന്നത്. അപ്പോൾ അമേരിക്ക പ്രഖ്യാപിച്ച് ഞങ്ങൾ ആ പതിറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ്, 60കൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്ന് അമേരിക്ക തീരുമാനിച്ചു. അപ്പോൾ കെന്നഡി തീരുമാനിച്ചു. അപ്പോൾ കെന്നഡിക്ക് ശേഷം വന്ന ജോൺസണും എല്ലാം അവർ അതിന് ശക്തമായിട്ട് രംഗത്ത് വന്നു. അങ്ങനെ 69 നമുക്ക് ആളെ ഇറക്കാനായി. ആ ഒരു മത്സരം കൊണ്ട്, മത്സരമില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് പിന്നെയും നീണ്ടുപോകുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ഒരു മത്സരമില്ല. ആകപ്പാടെയുള്ള മത്സരം ചൈനയാണ്. റഷ്യയൊക്കെ ഒന്നും അല്ലാതായിപ്പോയി. ചൈനയാണ് സജീവമായിട്ട് രംഗത്തുള്ളത്. അവരിപ്പം 2030 4 വർഷം കൂടെ കഴിഞ്ഞാൽ അവർ ചന്ദ്രനിലിറക്കും, ചന്ദ്രനിൽ ആളുകളെ എത്തിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു പക്ഷേ ചൈന ആയതുകൊണ്ട് അവർ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളുകളാണ്. അതിനുള്ള കഴിവും അവർക്കുണ്ട് താനും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അതുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കും അമേരിക്കയും ഈ പ്രോഗ്രാം ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ശക്തിപ്പെടുത്തുമ്പോൾ ഈ ആർട്ടിമിസ് വളരെ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ, കൂടുതൽ സാങ്കേതിക മികവ്, പിന്നെ വലിയ അനുഭവ പാഠങ്ങൾ, ഇത്രയും വർഷത്തെ അനുഭവ പാഠങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ പുതിയ സ്പേസ് ക്രാഫ്റ്റ് രൂപം കൊള്ളുന്നത്. അപ്പോൾ അത് പോവുകയും നമ്മൾ ഈ വിമാനത്തിൻ്റെ യാത്ര ചെയ്യുന്നത് പോലെ ചന്ദ്രനിൽ പോവുകയും വരികയും ചെയ്യുന്നൊരു സംവിധാനം തന്നെ വരും വർഷങ്ങളിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെയാണ് എലോൺ മസ്കൊക്കെ സ്വപ്നം കാണുന്നത്. ഇന്നിപ്പം നാസ മാത്രമല്ല, പ്രൈവറ്റ് ആയിട്ടും ഈ ബഹിരാകാശ രംഗത്ത് പ്രൈവറ്റ് പ്ലേയേഴ്സ് ശക്തമായിട്ടുണ്ട്. എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ, ആമസോണിൻ്റെ, ഇങ്ങനെ പല കമ്പനികൾ, അവരെല്ലാം സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഈ സ്പേസ് രംഗം സജീവമാകാൻ പോവുകയാണ്. അതിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഇനി ഈ അപ്പോളോയ്ക്ക് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, പിന്നീട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ താല്പര്യം കുറയുമല്ലോ. അത് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രാഷ്ട്രീയ രംഗത്ത് ഇതിന് ഒരുപാട് പണം വേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ പുതിയ റോക്കറ്റ് തന്നെ, ഈ ആർട്ടിമിസ് 2 തന്നെ 8 വർഷമോ മറ്റൊക്കെ എടുത്തു. അത് $50 ബില്യൺ ചിലവാക്കിയാണത് രൂപം കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ പണച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആദ്യത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം, അതങ്ങ് കെട്ടടങ്ങിയതിന് ശേഷം പിന്നീട് വന്ന് ഈ ജോർജ് ബുഷിൻ്റെ കാലത്ത്, ആദ്യത്തെ ജോർജ് ബുഷിൻ്റെ കാലത്ത്, അപ്പൻ ജോർജ് ബുഷിൻ്റെ കാലത്ത് വീണ്ടും ഒന്ന് ജീവൻ വെച്ചു. പക്ഷേ അത് ക്ലിൻ്റൺ വന്നപ്പോഴത്തേക്ക്, ബിൽ ക്ലിൻ്റൺ വന്നപ്പോഴത്തേക്ക് അതൊന്നും വേണ്ട, അതിനുവേണ്ടി പൈസ മുടക്കാനില്ല എന്ന് പറഞ്ഞ് അത് തീർന്നു. പിന്നീട് ജോർജ് ബുഷ് 2ാമൻ വരുമ്പം പിന്നെയും ഇത് ശക്തിപ്പെട്ടു, പിന്നെയും ഇത് വന്നു. എങ്കിലും ഒബാമ വന്നപ്പോഴത്തേക്ക് അത് വേണ്ടാന്ന് പറഞ്ഞു. അതോടെ അവിടെ അത് നിറച്ചു. അതിനുശേഷം ട്രംപിൻ്റെ കാലത്ത് ട്രംപ് ഇത് വീണ്ടും ജീവൻ വെച്ചു. വീണ്ടും ഈ ബഹിരാകാശ യാത്രയും ബഹിരാകാശ പര്യടനവും ശക്തിപ്പെടുത്തണമെന്ന് ട്രംപ് തീരുമാനിക്കുന്നു. ബൈഡൻ വന്നപ്പോൾ ബൈഡൻ അതിനെ ഏതായാലും വീറ്റോ ചെയ്തില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ബൈഡൻ അതിനോട് താല്പര്യം കാണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാം തുടർന്നു. അതാണിപ്പോൾ ശക്തിപ്പെട്ട് ഇത് ഒരു ദൗത്യമായിട്ട് മാറുന്നത്. ചന്ദ്രനിൽ ഇറങ്ങുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ അടുത്തുകൂടി എല്ലാം പോകുന്നു. ചന്ദ്രനിൽ ഇറങ്ങാനുള്ള അതിനുള്ളൊരു വഴിയൊരുക്കലാകാം ഇതെന്ന് നമുക്ക് കരുതാം. എന്തായാലും മനുഷ്യരാശിയുടെ ഈ കുതിച്ചുചാട്ടം തീർച്ചയായിട്ടും തുടരണം. അത് നമ്മുടെ കാലത്തില്ലെങ്കിൽ കൂടി എന്തെങ്കിലും ഒരിക്കൽ ചന്ദ്രനിലൊരു കോളനിയും അങ്ങോട്ടൊക്കെ നമുക്ക് പോകാനും വരാനും ഒക്കെ കഴിയുന്നൊരു സംവിധാനവും ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? നമുക്ക് അത് കാണാൻ നമ്മുടെ ചിലപ്പം ഉണ്ടാവില്ല എന്ന് മാത്രം.